എല്ലാവരിലും ഉള്ളത് ഒരേ ഭഗവാനാണെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഒരേ ഭഗവാന്റെ ചൈതന്യമാണ് എല്ലാവരിലും ഉള്ളത് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൂടുതൽ ശരി. എന്റെ ഈ ലെവലിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന ചെറിയ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്ന ആ വലിയ പ്രക്രിയയാണ് മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത്. കേരളം എന്ന പേരിന് പുറകിലുള്ള ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും കേരവൃക്ഷം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല കേരളം. ചേരബൻ മനുവാന്മാരുടെ രാജഭരണം ഉണ്ടായിരുന്നുകൊണ്ട് കേരളമാവുകയും പിന്നീട് അത് കേരളമായി മാറുകയുമാണ് ചെയ്യുന്നത്. വിഷ്ണു വിരോധം ഉണ്ടാവുന്ന തരത്തിലേക്ക് വളരുന്നത് ഗുരുവായൂരപ്പനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതിനെതിരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള ശരി ആർക്കാണ് രോഹിത്ജി അറിയുന്നത്? തെറ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് നമ്മൾ ഗുരുനാഥൻ എന്ന് വിളിക്കുന്നത്. സ്നേഹത്തോടെ വാത്സല്യത്തോടെ തിരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ആരൊക്കെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നോ അവരുടെയൊക്കെ കാലിൽ ഞാൻ നമസ്കരിക്കാനുണ്ട്. ഇവിടെ നമ്മൾ ഈ പ്ലാനറ്റിൽ വന്നു, എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ആരാണ്, ഞാൻ ഈ പ്ലാനറ്റിൽ എന്തിനു വന്നു, എന്താണ് എൻ്റെ ഉദ്ദേശം, ഞാൻ തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത്, ഇതിനൊരു ആൻസർ, ഒരു ക്ലാരിറ്റി പലയിടത്തും അന്വേഷിച്ചു. പിന്നെ ഞാൻ കണ്ടെത്തിയത് ഞാനൊരു സോളാണ്, ഒരു ശരീരം വിട്ട് പോകുന്നതാണ്, ആത്മാവാണെന്ന് മനസ്സിലാക്കി. ഇതാണോ ഇതിൻ്റെ ശരിയായ ഉത്തരം? എനിക്കറിയില്ല, എന്ന് പറഞ്ഞുതരാമോ? വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ജന്മനിയോഗം എന്നാണ് ഞാൻ കരുതുന്നത്. അത് സാക്ഷാത്കരിച്ച ആൾക്കാരെയാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കാറുള്ളത്. നോക്കൂ, നമ്മൾ എല്ലാവരും തന്നെ ഒരു ചൈതന്യത്തിന്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെ? എല്ലാവരിലുള്ളത് ഭഗവാനാണ് എന്ന് ഞാൻ പറയുന്നതും എല്ലാവരിലുള്ളത് ഭഗവാന്റെ ചൈതന്യമാണെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. രണ്ടും വലിയ വ്യത്യാസമുണ്ട്. എല്ലാവരിലുള്ളത് ഒരേ ഭഗവാനാണെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഒരേ ഭഗവാന്റെ ചൈതന്യമാണ് എല്ലാവരിലും ഉള്ളത് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൂടുതൽ ശരി. ഈ യാത്രയിൽ, ജീവിതമാകുന്ന ഈ യാത്രയിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് വരും. ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ഈ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇത് അന്വേഷിച്ചിട്ടുള്ള ജീവിതയാത്രയാണ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഒരു സ്പാർക്ക്, ഇതിലൊരു മൊമെന്റിൽ അത് തിരിച്ചറിയപ്പെടും. അങ്ങനെയാണ് എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ അതിനെ ബുദ്ധനിപ്പോ ബോധോദയം സംഭവിച്ചു നമ്മൾ പറയുന്നു. പല ആളുകൾക്കും നിയോഗം ലഭിച്ചു, വെളിപാടുണ്ടായി എന്ന് പറയുന്നു. ആ നിയോഗവും വെളിപാടും ബോധോദയവും നിർണ്ണയിക്കുന്ന പാതയിലായിരിക്കും പിന്നീട് നമ്മുടെ സഞ്ചാരം. നമ്മൾ മുമ്പ് ജീവിച്ച പാതയായിരിക്കില്ല. എത്രയോ ആളുകളെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ആ പാതയിലേക്കൊന്നും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഇപ്പോഴും വന്നിട്ടില്ല. വന്ന ആളുകൾ ഗുരുജിയെ പോലുള്ള ആളുകളുണ്ട്. അവരോട് ചോദിച്ചാൽ കുറച്ചുകൂടെ ഉത്തരം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ ലെവലിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന ചെറിയ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്ന ആ വലിയ പ്രക്രിയയാണ് മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ശിവനായി എന്നാണല്ലോ. ഞാൻ ആരാണ് എന്നുള്ളത് മനസ്സിലായി. ഇപ്പം ശങ്കരാചാര്യസ്വാമികള് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തില് ഒരു ശ്ലോകം പറയുന്നുണ്ടല്ലോ, ഞാൻ മണ്ണല്ല, ഞാൻ മരമല്ല, ഞാൻ ആകാശമല്ല, ഞാൻ ഭൂമിയല്ല, എല്ലാം നശിച്ചാലും നശിക്കാത്ത ശിവനാണ് ഞാൻ എന്നാ പറയാ. ഏവോവശിഷ്ട ശിവക്കേവലോഹം, എല്ലാം നശിച്ചാലും നശിക്കാത്ത ശിവനാണ് ഞാൻ എന്നാണ് പറയാ അവസാനം. അത് തിരിച്ചറിയാനുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായി. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, നമ്മളിപ്പോ വെറുതെ എന്ന് ഞാൻ ശിവനാണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമല്ലോ. അത് തിരിച്ചറിയുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അത് പറയുമ്പോൾ അത് കുറച്ചുകൂടെ വെളിച്ചത്തിലൂടെ ആൾക്കാർക്ക് കാണാൻ സാധിക്കും. ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുക. സാറേ, ഈ നമ്മുടെ മഹാബലി കേരളം അല്ല ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞു, വേറെ എവിടെ ഒരു സ്ഥലപ്പേര് പറഞ്ഞു. അപ്പം കേരളത്തിൽ ആണല്ലോ, മലയാളികളാണല്ലോ ഓണം ആഘോഷിക്കുന്നത്. അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്? ഒന്ന്, ഇത്ര നേരം പറയുന്നത് പുരാണം, ഇപ്പൊ പറയുന്നത് ചരിത്രം. കേരളം എന്ന പേര് വന്നതിന് പുറകിലുള്ള അങ്ങിരിക്കും. ഇനി ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? അറിയാം. കേരളം എന്ന പേരിന് പുറകിലുള്ള ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും കേരവൃക്ഷം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല കേരളം. ചേരബൻ മനുവാന്മാരുടെ രാജഭരണം ഉണ്ടായിരുന്നുകൊണ്ട് കേരളമാവുകയും പിന്നീട് അത് കേരളമായി മാറുകയുമാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. ഇവിടെ മഹാബലിയുമായി ബന്ധപ്പെട്ട കഥയ്ക്ക് ഇത്രയധികം സ്വാധീനം വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൂവിഭാഗങ്ങളിൽ നിന്ന് ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അവരാണ് ഓണത്തിന്റെ ഈ ഐതിഹ്യം ഇവിടെ ഇത്ര കണ്ട് പ്രകടിപ്പിച്ചത്. അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഏതോ ഒരു സമയത്ത് അടിച്ചമർത്തലുകളും ജാതീയമായിട്ടുള്ള വേർതിരിവുകളും ഉണ്ടായ സമയത്ത്
സ്വാഭാവികമായിട്ടും മഹാബലിക്ക് ഒരു കൂടുതൽ പ്രാധാന്യം വരികയും ഒരു വേദപുരുഷനായിട്ടുള്ള വേദപാരമ്പര്യമുള്ള വിഷ്ണുവിനെ വില്ലനായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന രീതിയിൽ വാമൊഴിയായിട്ടുള്ള ഒരു പഴക്കമുണ്ടായി. അതാണ് പിന്നെ നമ്മൾ ഈ ചതിച്ചു, ചവിട്ടി താഴ്ത്തി എന്ന പദപ്രയോഗങ്ങളിലേക്കൊക്കെ പോകുന്നത്. പ്രാമാണിക ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും എവിടെയും നിങ്ങൾക്ക് മഹാബലിയുടെ ഭരണം കണ്ട് അസൂയ മൂത്ത വിഷ്ണു മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് കാണാൻ സാധിക്കില്ല. ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ചവിട്ട് പോലും അനുഗ്രഹമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നോക്കൂ, മഹാഭാരതത്തില് എല്ലാ ആളുകളെയും പലപ്പോഴും സുദർശനം ഉപയോഗിച്ച് കൊല്ലുന്ന ഭഗവാൻ കൃഷ്ണൻ ജരാസന്ധനെ മാത്രം ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലാതെ ഭീമനെ കൊണ്ട് കൊല്ലിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഭഗവാന്റെ കൈകൊണ്ടുള്ള വധം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. അത് അർഹിക്കുന്നില്ല ജരാസന്ധൻ, അതുകൊണ്ട് ഭീമനെ കൊണ്ട് കൊല്ലിച്ചു. ബാക്കി തന്നെ 100 വട്ടം ചീത്ത പറഞ്ഞ ശിശുപാലനെ പോലും ഭഗവാൻ മോക്ഷം കൊടുത്തിട്ടാണ് അനുഗ്രഹിക്കുന്നത്. അപ്പൊ അതുപോലെ അങ്ങനെ ഒരു പാരമ്പര്യം ഈ വില്ലനാക്കാൻ വളരെ എളുപ്പമാണ്, ഹീറോ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പാടി പറഞ്ഞ പാട്ടുകൾ, ഞാൻ ഒരിക്കലും അതിനെ ബഹുമാനക്കുറവോടുകൂടി കാണുന്നില്ല. മുത്തശ്ശിമാര് പാടിത്തന്ന പാട്ടുകൾ, കഥകള്, അതിന്റെ സൗന്ദര്യത്തിൽ ആസ്വദിക്കുക, ആ സൗന്ദര്യത്തിൽ അതിനെ മനസ്സിലാക്കുക. ഭാഗവതത്തെയും പൗരാണിക ഗ്രന്ഥങ്ങളെയും ആ തലത്തിൽ മനസ്സിലാക്കുക. രണ്ടും രണ്ടായി കാണുക. അതൊരിക്കലും ഒരു വിഷ്ണു വിരോധം ഉണ്ടാവുന്ന തരത്തിലേക്ക് വളരുന്നത് ഗുരുവായൂരപ്പനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതിനെതിരെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു ചോദ്യം, ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യന്റെ രൂപത്തിലാണെന്ന് കേട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലല്ലേ ദൈവം ഉള്ളത്? നമ്മളപ്പോൾ ക്ഷേത്രം സന്ദർശിക്കേണ്ട കാര്യമുണ്ടോ? 2 രീതിയിലാണ് അങ്ങ് ചോദിച്ചതിന്റെ ഉത്തരം. ഇതിൽ ഭഗവാൻ തന്നെ ഗീതയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യവിധീയതേ. നിന്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് ആര് പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ പുറകിൽ അർജുനന്റെ തലയിൽ കൈവച്ചിരിക്കുന്ന ആ ഭഗവാൻ, പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അപ്പൊ ക്ഷേത്രത്തിന്റെ സങ്കല്പവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചുറ്റുമതിലുകൾ ഭഗവാന്റെ പാദമാണെന്ന് കണക്കാക്കുന്നു, ശ്രീകോവിൽ ഭഗവാന്റെ മുഖമാണെന്ന് കണക്കാക്കുന്നു. അങ്ങനെ സങ്കല്പങ്ങളുണ്ട്. നമുക്ക് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട് അതിന്റെ ആൻസർ പറയാം. 2 തരത്തിൽ പഠിക്കാം അല്ലെ? ഇന്ന് നിങ്ങൾ എത്ര പേര് യൂട്യൂബിലൊക്കെ കാണാറുണ്ടെന്ന് എനിക്കറിയില്ല. ദക്ഷിണ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് യൂട്യൂബിൽ. നിങ്ങൾ എല്ലാവരും കാണാറുണ്ടോ? അട്ടപ്പാടിയുള്ള ഒരു ടീച്ചറും മാഷും കൂടെ നടത്തുന്ന ഒരു ചാനലാണ്. അത് കാണാറുണ്ടോ? യെസ്. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളെ സ്കൂളിൽ വിടാറില്ല. അവര് പ്രകൃതിയിൽ നിന്ന് അവരുടെ വീട്ടിൽ കൊടുക്കുന്ന ടീച്ചിങ്ങുകളിലൂടെ, കോച്ചിങ്ങുകളിലൂടെ, ഇപ്പൊ ഗുരുജി രാവിലെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അവർ ഫോളോ ചെയ്യുന്നത്. അവർ നന്നായി പഠിക്കുന്നുണ്ട്, അവർക്ക് നന്നായി ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് നന്നായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പഠനം ഒരു ഭാഗത്ത്, പ്രകൃതിയിൽ നിന്ന്, പൂക്കളിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന്, കാണുന്ന മനുഷ്യരിൽ നിന്ന് പഠിക്കുന്ന ഒരു പഠനം ഒരു ഭാഗത്ത്, ഇതൊരു ഭാഗത്തുണ്ട്. 2 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് അങ്ങനെ പഠിച്ച് സിലബസ് അനുസരിച്ച് പഠിച്ച് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോയി വിദ്യ സമ്പാദിക്കുന്ന രണ്ടാമത്തെ ഒരു പാരമ്പര്യം. ക്ഷേത്രം എപ്പോഴും 2ാമത്തെ പാരമ്പര്യമാണ് പിന്തുടരുന്നത്. സാമ്പ്രദായികമായിട്ടുള്ള ഒരു ആരാധനാ രീതി. 2ാമത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാണുന്നതിലൊക്കെ ഭഗവാനെ കാണാൻ സാധിക്കും. പക്ഷെ ആധ്യാത്മികതയുടെ ആദ്യ തലങ്ങളിൽ നമുക്കിത് നേരത്തെ പറഞ്ഞതുപോലെ PhDയിലേക്ക് ഒറ്റയടിക്ക് ചാടാൻ സാധിക്കില്ല. അപ്പൊ എന്ത് വേണം? ഒരു രൂപം വേണം മനസ്സിലാക്കാൻ. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടക്കോല പിടിച്ച് മയിൽപ്പീലി കുത്തി മഞ്ഞപ്പട്ടുടുത്ത് നല്ല മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരാളുടെ രൂപം വരും. അതെന്തുകൊണ്ടാ? ആ രൂപത്തിൽ പിടിച്ചാണ് രൂപമില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത ബ്രഹ്മത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. ആദ്യം തന്നെ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വെച്ചാണ് നമ്മൾ സങ്കല്പിക്കുക? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, സങ്കല്പിക്കാൻ ഒരു രൂപം വേണം മനുഷ്യൻ ആദ്യം, പിന്നീട് നാമം, അതിൽ നിന്ന് രൂപവും നാമവും അതിക്രമിച്ച് കടന്ന് വലിയ ചൈതന്യത്തിലേക്ക് സഞ്ചരിക്കണം എന്നാണ്. അതാണ് ക്ഷേത്രം അതിന്റെ സ്ട്രക്ചർ കൊണ്ട് മനസ്സിലാക്കി തരുന്നത്. താങ്ക് യു. അടുത്തത് ചോദ്യങ്ങളുണ്ടോ? ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ. നമ്മൾ ആസ്ട്രോളജി പോയി നോക്കും, ഗ്രഹങ്ങളുടെ സാമീപ്യം പറയും. അപ്പോൾ ഇന്ന അമ്പലത്തിൽ പോകണം, ഈ അമ്പലത്തിൽ പോകണം, ആ വഴിപാട് ചെയ്യണം, ഈ ചെയ്യണം, പിന്നെ അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറയും. അപ്പോൾ ഗോഡ് ഈസ് ഓൺ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറയണം. അപ്പോൾ ഇത്രയും അമ്പലത്തിൽ പോകണം. ഞാൻ ചോദിക്കട്ടെ, ശിവനുണ്ട്, പാർവതിയുണ്ട്, ഹനുമാനുണ്ട്, മുരുകനുണ്ട്, ഗണപതിയുണ്ട്, ദേവിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒന്നാണ്, ഒരു ശക്തിയാണോ, അത് ഡിഫറെൻറ്റ് ശക്തിയാണോ? അപ്പോൾ നമ്മൾ ഒരൊറ്റ അമ്പലത്തിൽ പോയാൽ പ്രശ്നമുണ്ടോ? അദ്ദേഹം ചോദിച്ചത് ലോകത്ത് ചൈതന്യം, ഇപ്പൊ നേരത്തെ ഗുരുജി രാവിലെ അത് കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ? നമുക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്,
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓരോ കാര്യങ്ങൾക്കും ഡിപ്പാർട്ട്മെന്റുകളായി ആളുകളെ വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട്. സനാതന ധർമ്മത്തിൽ അതിനെ ദേവത എന്നാണ് വിളിക്കുന്നത്. ദേവതകൾ. ഹനുമാൻ ദേവതയാണ്, കൃഷ്ണൻ ദേവതയാണ്, വിഷ്ണു ദേവതയാണ്, രാമൻ ദേവതയാണ്, ഭദ്രകാളി ദേവതയാണ്. ഇവരൊക്കെ ദേവതയാണ്, ദേവതാ സങ്കല്പങ്ങളാണ്. ഈ ദേവതാ സങ്കല്പങ്ങളുടെ പൂർണ്ണരൂപത്തെ സനാതന സങ്കല്പത്തിൽ എന്ത് വിളിക്കുന്നു? ബ്രഹ്മം എന്ന പേരിലും വിളിക്കുന്നു. ആ ബ്രഹ്മത്തെ ബ്രഹ്മമായി കാണാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ കാണാം. ഇപ്പൊ ഭഗവാൻ ഗുരുവായൂരപ്പനെ ബ്രഹ്മമായിട്ട് കാണാം, മഹാവിഷ്ണുവിനെ ബ്രഹ്മമായിട്ട് കാണാം, ഭദ്രകാളിയെ ബ്രഹ്മമായിട്ട് കാണാം. ഇനിയിപ്പോ ഞാൻ പറയുന്നില്ല, ചാത്തൻ സ്വാമിയെ ബ്രഹ്മമായിട്ട് കാണാം. എങ്ങനെയാണോ നമുക്ക് നമ്മുടെ പൂർവ്വഫലങ്ങൾ അനുസരിച്ച്, നമ്മുടെ മനസ്സിലെ വാസനകൾക്കനുസരിച്ച് ആരോടാണോ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ളത് അയാളെ ബ്രഹ്മമായിട്ട് കാണുക. ആ പാതയിലൂടെ ബ്രഹ്മ സാക്ഷാത്കാരം നേടുക എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ അതിന്റെ അഡീഷണൽ ആയിട്ട് പറയാം. ഇതൊരു പാക്കനാരുടെ കഥയായിട്ട് ബന്ധപ്പെട്ടാണ്. പാക്കനാര് അഗ്നിഹോത്രിയെ കാണാൻ പോയ ഒരു കഥയുണ്ട്. അഗ്നിഹോത്രിയെ കാണാൻ പോയ സമയത്ത് അഗ്നിഹോത്രിയുടെ ഭാര്യ വന്ന് പറയും, മൂപ്പര് ഗണപതിയെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുക. അപ്പൊ പാക്കനാര് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. കുറെ നേരം കഴിഞ്ഞിട്ടും കാണില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഭാര്യ വന്ന് പറയും, ഗണപതിയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ദുർഗാദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമെന്ന് പറയും. അപ്പോഴും പാക്കനാര് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയും, ഗുരുവായൂരപ്പനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി 20 മിനിറ്റ് കൂടെ സമയം എടുക്കും. പാക്കനാര് പുറത്ത് പോയിട്ട് ഒരു കമ്പെടുത്ത് കുത്തിക്കൊണ്ടിരുന്നു എന്നാണ്. ഇങ്ങനെ കുത്തി 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 അവസാനം പൂജയൊക്കെ കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അഗ്നിഹോത്രി പുറത്തേക്ക് ഇറങ്ങി വന്നു. താമസിച്ചോ, കൂടുതൽ ഞാൻ ലേറ്റ് ആക്കിയോ, വെയിറ്റ് ചെയ്യിച്ചതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ കുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പാക്കനാര് പറഞ്ഞേ, 100 തവണ ഓരോ സ്ഥലത്ത് പോയി കുത്തുന്നതിന് പകരം ഒരു സ്ഥലത്ത് 100 തവണ കുത്തിയിരുന്നെങ്കിൽ പെട്ടെന്ന് വെള്ളം കാണാമായിരുന്നു എന്നാണ്. അതായത് ഏതെങ്കിലും ഒന്നിനെ മുറുകെ പിടിക്കുക. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താ? ഒരു ദേവതയെ ഏതെങ്കിലും ഒരാൾ ഉപദേശിക്കും, ആ ദേവതയുടെ അടുത്തേക്ക് പോകും, കുറെ കാലം അതിന്റെ പിന്നാലെ നടക്കും. അവിടെ നിന്ന് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടെ പോയി ഈ അമ്പലത്തിൽ പോയാൽ പെട്ടെന്ന് നടക്കുന്നു പറയും, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകും. അതിന് നല്ലത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അത് എത്രത്തോളം പേർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു മോശമായിട്ട് കാണണ്ട. ഇപ്പൊ എനിക്കറിയാം എത്രയോ ആളുകൾ, എത്രയോ അമ്മമാര് ഗുരുവായൂർ വന്നിട്ട് ശ്രീകോവിലേക്ക് നോക്കി ഭഗവാനെ മഹാദേവ രക്ഷിക്കണേ എന്ന് പറയുന്ന എത്രയോ അമ്മമാരുണ്ട്. കാരണം അത്രയധികം താതാത്മ്യം ഒന്നും അവർക്ക് എവിടെ പോയാലും മഹാദേവനെ കാണുന്നുള്ളൂ. ഇപ്പൊ ശബരിമലയിൽ പോയിട്ട് മഹാമായയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ? അവരെല്ലായിടത്തും ദേവിയാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു ബോധത്തിലേക്കെങ്കിലും വളരട്ടെ. നമുക്ക് ഓരോ സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് ടൈം ടേബിൾ ഉള്ള ആൾക്കാരാണ് നമ്മളല്ലേ. തിങ്കളാഴ്ച ശിവൻ, ചൊവ്വാഴ്ച ദേവി, ബുധനാഴ്ച ഗണപതി അല്ലെങ്കിൽ ഹനുമാൻ, വ്യാഴാഴ്ച ഗുരുവായൂരപ്പൻ, വെള്ളിയാഴ്ച ദേവി, ശനിയാഴ്ച ശാസ്താവ്, ഞായറാഴ്ച വീണ്ടും വിഷ്ണു. എത്ര എണ്ണ ഓടി കഴിയണത് മൊത്തം. അതിലും ഭേദം എല്ലായിടത്തും ഒരാളെ മാത്രം പിടിക്കുക എന്നുള്ളതാണ്. അത് നല്ല കാര്യമാണ്. അത് നമ്മുടെ വാസനയ്ക്കനുസരിച്ച്, പൂർവ്വഫലങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇഷ്ടദേവത എന്ന് പറയും. അത് ഓരോരുത്തർക്കും അവരവരുടെ പൂർവ്വം അനുസരിച്ചാണ് കിട്ടുക പറയാ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. തെറ്റുകൾ ഉണ്ടാവാം. ജാമ്യമെടുപ്പാണത്. തെറ്റുകൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും. പൂർണ്ണമായിട്ടുള്ള ശരി ആർക്കാണ് രോഹിത്ജി അറിയുന്നത്? തെറ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് നമ്മൾ ഗുരുനാഥൻ എന്ന് വിളിക്കുന്നത്. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ തിരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ആരൊക്കെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നോ അവരുടെയൊക്കെ കാലിൽ ഞാൻ നമസ്കരിക്കാറുണ്ട്.